കേരളത്തിൽ ബി.ജെ.പി വൻ വിജയം നേടും. എ.പി. അബ്ദുള്ളക്കുട്ടി. കേരളത്തിൽ വികസന വിഷയത്തിൽ ഒന്നും പറയാനില്ലാത്തതിനാൽ എൽ.ഡി.എഫും യു.ഡി.എഫും വൈകാരിക വിഷയങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ബി.ജെ.പി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഇലക്ഷൻ എക്സ്ചേഞ്ച് കണക്ടിംഗ് ലീഡേഴ്സ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ബിൽ, ഇലക്ട്രൽ ബോണ്ട് എന്നീ വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പിണറായി നേതൃത്വം നൽകുന്ന സി.പി.എം 6 ലോക്സഭാ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. പൗരത്വ വിഷയത്തിൽ മതം ഘടകമാക്കിയെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും കള്ളം പ്രചരിപ്പിക്കുകയാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ സംബന്ധിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി പി.എസ്. രാഗേഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് എം. ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 10 വർഷം നടന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ആണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ വികസന വിഷയങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാനില്ലാത്ത എൽ.ഡി.എഫും യു.ഡി.എഫും ചില വൈകാരികമായ വിഷയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് CAA വിഷയമായാലും അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നുണപ്രചരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളം മുഴുവൻ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ സജീവമായ ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഇക്കുറി കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല വലിയ വിജയങ്ങൾ നേടും. പല മണ്ഡലങ്ങളിലും ബി.ജെ.പി ആണ് പ്രധാനപ്പെട്ട ഒരു ശക്തി, NDA ആണ് പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വന്ന് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിന് പുറത്തുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണി രാഷ്ട്രീയം അവരുടെ അണികളെ വലിയ തോതിൽ നിരാശപ്പെടുത്തുകയും അടിയൊഴുക്കുകൾ ഫീൽ ചെയ്ത സന്ദർഭത്തിലാണ് അവർ ഒരു അവസാന ഘട്ടത്തെ ഒരു ശ്രമം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായിട്ടും പിണറായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും ചില പ്രസ്താവനകൾ നടത്തി അവരെ പ്രവർത്തകരെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ പറ്റുക എന്നുള്ളൊരു ശ്രമം. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ ഒരു 6 മണ്ഡലത്തിലെങ്കിലും CPM പിണറായി വിജയന്റെ LDF ഒരു 3-ാം സ്ഥാനത്തെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ വിധത്തിലുള്ള നല്ലൊരു മുന്നേറ്റമാണ് നടക്കുന്നത്. ഇവിടെ വികസന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ക്ഷേമ പദ്ധതിയെക്കുറിച്ച് പറയേണ്ടതില്ല. ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പൗരത്വ സംരക്ഷണ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് പിണറായി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കോൺഗ്രസും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പൗരത്വ നിയമത്തിൽ പോലും മതം ഒരു ഘടകമാക്കിയിരിക്കുന്നു ബി.ജെ.പി എന്നാണ്. സത്യത്തിൽ അത് കളവാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 5550 വിദേശികൾക്ക് പൗരത്വം നൽകിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് അമിത്ഷാജിയുടെ കീഴിൽ. അതിൽ 100-ലധികം മുസ്ലിങ്ങളുണ്ട്. ലോകത്തുള്ള പല ഭാഗത്തും വിദേശികളാണ്. തലശ്ശേരിയിൽ പൗരത്വം കിട്ടിയിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയുണ്ട്. അവർ പാകിസ്ഥാനിലെ കറാച്ചിയിലായിരുന്നു. തലശ്ശേരിയിൽ ഒരു യുവാവ് പ്രണയിച്ച് 10-14 വർഷമായിട്ട് ജീവിക്കുന്നു. അവർ പൗരത്വം അപേക്ഷിച്ച് അവർക്ക് പോലും പൗരത്വം നൽകിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ്. എന്നിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇത് മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം കിട്ടില്ല എന്നാണ് ഇവിടെ ഒരു നുണ പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന പ്രചരണം ബി.ജെ.പിക്ക് നടത്തിയിട്ടുള്ള ഒരു ബി.ജെ.പി ഗവൺമെൻറ് വലിയൊരു അഴിമതിയാണ്. ബോഫേഴ്സ് അഴിമതി പോലെ, 2G സ്പെക്ട്രം അഴിമതി പോലെ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് അവർ പറയുന്നത്. അതെങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ ഒരു അഴിമതി നടത്തിയാൽ അത് ഭരണകക്ഷിക്കാണല്ലോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. പക്ഷെ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൽ 3000 കമ്പനികളാണ് ഫണ്ട് കൊടുത്തിട്ടുള്ളത്.
ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുള്ളത് BJP വിരുദ്ധരായിട്ടുള്ള NDA മുന്നണിക്കാണ്. ഏകദേശം 14,000 കോടി അവർക്ക് കിട്ടി, 6,000 കോടി BJP കിട്ടി. ശേഷം TN ശേഷൻ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പരിഷ്കരിക്കാൻ വന്ന ആ മഹാൻ മുന്നോട്ട് വെച്ച ആശയമാണ് ഇലക്ട്രൽ ബോണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മോഡൽ ഉണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇവിടെ കൃത്യമായി നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴുകുന്നത് തടയാനുള്ള ഒരു ശ്രമമാണ് നോട്ട് നിരോധനമായാലും ഡിജിറ്റലൈസേഷൻ ആയാലും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ആയാലും നമ്മുടെ രാജ്യത്തെ കള്ളപ്പണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. കാരണം നരേന്ദ്രമോദിയുടെ ലൈൻ വളരെ കറക്റ്റാണ്. തീവ്രവാദികൾക്കെതിരാണ്, അഴിമതിവാദികൾക്കെതിരാണ്. നിങ്ങൾ തിഹാർ ജയിലിലേക്ക് നോക്കൂ, അവിടെ അഴിമതിവാദികളെ കാണാം, ഇവിടുന്ന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അനുയായികളെ കാണാം, അല്ലെങ്കിൽ നേതാക്കളെ കാണാം. തീവ്രവാദികളെയും അഴിമതിവാദികളെയും ഒരേ സെല്ലിൽ അടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത. ഇപ്പം മോദിജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിലടക്കം ഒരു വലിയ വിവാദം കൊണ്ടാടുകയാണ്. അദ്ദേഹത്തിന്റെ രാജസ്ഥാനിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ രാകേഷ് പറഞ്ഞു, അതിന് മറുപടി അബ്ദുള്ളക്കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു മുസ്ലിം വിരുദ്ധ മൂവ്മെന്റ് ആണ് എന്നുള്ള പ്രചരണമാണ് ഇവിടെ കൊണ്ടുപിടിച്ച് നടക്കുന്നത്. CAA കുറിച്ച് ഞാൻ പറഞ്ഞു. പാകിസ്ഥാൻകാർക്ക് പോലും പൗരത്വം നൽകിയിട്ടുള്ള ഗവൺമെന്റിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. വിദേശിയായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏതുപോലെ സോണിയാഗാന്ധി ഒരു ഇറ്റലിക്കാരിയായിരുന്നു, അവർക്ക് ഇവിടെ പൗരത്വം കിട്ടിയ അതേ നിയമം ഇവിടെ തുടരുന്നുണ്ട്. CAA യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പലതവണ വിശദീകരിച്ചതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ കടന്നു.